ദില്ലി ദാലിയുടെ മറ്റൊരു ലക്കത്തിലേക്ക് സ്വാഗതം. ഞാൻ എസ് ഗോപാലകൃഷ്ണൻ. ഈ ലക്കം ദില്ലി ദാലി പോഡ്കാസ്റ്റിൽ ഞാൻ സംസാരിക്കുവാൻ പോകുന്നത് ഡൽഹിയിൽ കഴിഞ്ഞ കാൽ നൂറ്റാണ്ടായി മലയാള പത്രപ്രവർത്തനത്തിൽ സജീവമായി നിൽക്കുകയും ഈ മെയ് അവസാനം ജോലിയിൽ നിന്ന് വിരമിച്ച് കേരളത്തിലേക്ക് പോവുകയും ചെയ്യുന്ന എസ് സുരേഷ് കുമാറുമായിട്ടാണ്. സുരേഷിൻ്റെ വലിയ സ്നേഹിതനും കൂടിയാണ്. ഈ രാജ്യം തന്നെ കഴിഞ്ഞ 25 വർഷങ്ങൾക്കുള്ളിൽ കണ്ടാൽ അറിയാത്ത വിധം മാറി കഴിഞ്ഞപ്പോൾ ആ പരിണാമങ്ങൾ സുരേഷിൻ്റെ കൺമുന്നിൽ നടന്നുകൊണ്ടിരുന്നപ്പോൾ ഈ രാജ്യത്തിൻ്റെ തലസ്ഥാനത്ത് അതിനൊക്കെ സാക്ഷ്യം വഹിച്ച് അത് മലയാളികൾക്ക് വേണ്ടി റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു സുരേഷ് കുമാർ. ഡൽഹിയിലെ വലിയ വലിയ പത്രപ്രവർത്തകരെ അദ്ദേഹം അടുത്തറിഞ്ഞിരുന്നു. സുരേഷ് വലിയ വലിയ രാഷ്ട്രീയ നേതാക്കളുടെ ജയപരാജയങ്ങൾ, ഉയർച്ചകളും താഴ്ചകളും അടുത്തു കണ്ടു സുരേഷ്. ഇന്ത്യൻ റിപ്പബ്ലിക്കും ഭരണഘടനയും അഗ്നിപരീക്ഷണങ്ങളിലൂടെ നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അതേക്കുറിച്ച് എഴുതുവാനും അത് മലയാളികളെ അറിയിക്കുവാനുമുള്ള വിധിയോ ഉത്തരവാദിത്വമോ ഒക്കെ സുരേഷിൻ്റെ ചുമലിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കരുതുകയായിരുന്നു, നമുക്ക് സുരേഷിനോട് ചോദിക്കാം, സുരേഷ് വന്ന ഡൽഹിയും ഇപ്പോഴത്തെ ഡൽഹിയും എങ്ങനെയൊക്കെ അങ്ങ് മാറിപ്പോയി എന്ന്. മാധ്യമം ദിനപത്രത്തിൻ്റെ ഡൽഹിയിലെ ബ്യൂറോ ചീഫാണ് എസ് സുരേഷ് കുമാർ. സ്വാഗതം സുരേഷ് ദില്ലി ദാലി പോഡ്കാസ്റ്റിലേക്ക്. സ്വാഗതം ശ്രീ ഗോപാലകൃഷ്ണൻ. ഈ ദില്ലി ദാലിയുടെ പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ എന്റെ മുമ്പിലെ ചില കാര്യങ്ങളും, ഒന്ന്, എന്നോട് സംസാരിക്കുന്ന ആള് ശ്രീ ഗോപാലകൃഷ്ണൻ, അഥവാ ഡൽഹിയിൽ കൂടുതൽ കാലം ജീവിച്ചിട്ട് ഒട്ടുമിക്ക മേഖലകളിലെയും കാര്യങ്ങളിൽ അതിലൊക്കെ ഉൾച്ചേർന്ന് വിവരസമ്പത്തുള്ള ഒരു പ്രതിഭയോടാണ് സംസാരിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, ഡൽഹിയിൽ എന്നേക്കാൾ കൂടുതൽ ജീവിതത്തിന്റെ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിന്റെ അല്ലെങ്കിൽ സാമൂഹിക അനുഭവങ്ങളുടെ ഒരുപാട് അതെല്ലാമുള്ള ഒരുപാട് ആളുകളോട് കൂടിയാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പോ അത് എന്റെ ജാഗ്രതയും അല്ലെങ്കിൽ എന്റെ ഉത്തരവാദിത്വവും ഒരുപോലെ വർദ്ധിപ്പിക്കും. ഒരു മാധ്യമ പ്രവർത്തകൻ എന്നതിനൊപ്പം ഒരു നാട്ടുംപുറത്തുകാരന്റെ അല്ലെങ്കിൽ ഒരു സാധാരണക്കാരന്റെ അല്ലെങ്കിൽ ഒരു മലയാളിയുടെ അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥിയുടെ മനസ്സോടെ ഇക്കാര്യങ്ങൾ ഇക്കാലം അത്രയും മനസ്സിലാക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നതാണ് ഇതിനിടയിൽ എനിക്കുള്ള ഒരു ആത്മവിശ്വാസം. ഈ നാട്ടിൻപുറത്തുകാരനായ സുരേഷ് എത്രാമത്തെ വയസ്സിലാണ് ഡൽഹിയിൽ എത്തിയത്? അന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരായിരുന്നു? അന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരായിരുന്നു? ഞാന് ശരിക്കും പറഞ്ഞാല് ഈ 34 വർഷം തെക്കേണ്ടിയിലും 24 വർഷം വടക്കേണ്ടിയിലുമാണ് ജീവിച്ചത്. ഞാൻ അവിടെ നിന്ന് പോരുന്ന സമയത്ത് അന്ന് AK ആന്റണിയാണ് അവിടെ. ഇവിടെ വാജ്പേയി സർക്കാരിന്റെ കാലം ഒന്നാം വാജ്പേയി സർക്കാരോ രണ്ടാം വാജ്പേയി സർക്കാർ? ശരിക്കും പറഞ്ഞാൽ മൂന്നാം വാജ്പേയി സർക്കാർ. 13 ദിവസം, രണ്ടാമത്തെ 13 മാസം, മൂന്നാമത്തെ 6 മാസം മുമ്പേ പിരിച്ചുവിട്ട 2004 6 മാസം മുമ്പേ ഇന്ത്യ തിളങ്ങുന്നു എന്നുള്ള മുദ്രാവാക്യത്തോടു കൂടി പിരിച്ചുവിട്ടല്ലോ. അപ്പൊ ആ മൂന്നാമത്തെ വാജ്പേയി സർക്കാർ, ആ സർക്കാരിന്റെ കാലത്താണ് 2000 ഞാനിവിടെ എത്തിയത്. ഈ സുരേഷ് നാട്ടിൻപുറത്തുകാരൻ എന്ന് പറഞ്ഞല്ലോ, അപ്പൊ അതൊന്ന് പറയാമോ? എനിക്കറിയാം നമ്മൾ രണ്ടുപേരും കോട്ടയംകാരാണെന്ന്, എങ്കിൽ പോലും ഈ ദില്ലി ദാലിയുടെ ശ്രോതാക്കളുടെ ഒരു ബെനിഫിറ്റിന് വേണ്ടി എവിടെ നിന്നാണ് ഈ ഡൽഹിയിലേക്ക് വന്നതെന്ന്. ഞാന് കോട്ടയം ജില്ലയിലെ പാലായ്ക്കടുത്തുള്ള മരങ്ങാട്ടുപള്ളി പഞ്ചായത്ത്. അപ്പൊ അവിടെ നിന്ന് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പ്രവാസ ജീവിതം, അത് കേരളത്തിലും പ്രവാസ ജീവിതം ഉണ്ടല്ലോ, അങ്ങനെ കോഴിക്കോട് അവിടുത്തെ പ്രധാനമന്ത്രി എന്നും KM മാണി ആയിരുന്നല്ലോ അല്ലേ? തീർച്ചയായിട്ടും അദ്ദേഹം എക്കാലവും മരങ്ങാട്ടുപള്ളിയുടെ ഒരു അദ്ദേഹത്തിന്റെ ഭാഷയിൽ തന്നെ ഒരു പ്രതിഭാസം. അപ്പോ മരങ്ങാട്ടുപള്ളിക്ക് തൊട്ടടുത്താണ് മുൻ രാഷ്ട്രപതി ശ്രീ KR നാരായണന്റെ വീട്. അങ്ങനെ അതുപോലെ തന്നെ ഇപ്പോ സഞ്ചാരത്തിന്റെ ആയാലും അല്ലെങ്കിൽ ലേബർ ഇന്ത്യയുടെ ഒക്കെ ആയാലും ആസ്ഥാനവും ഈ മരങ്ങാട്ടുപള്ളി. അപ്പോ അങ്ങനെ
വളരെ തമാശ രൂപത്തിൽ പറഞ്ഞാല് പിന്നെ KR നാരായണൻ, KM മാണി, ഞാന് അല്ല ഓർഡർ തെറ്റിപ്പോയെങ്കിൽ ഞാന് KR എന്ന ക്രമത്തിലാണ് ഇതിന്റെ ഒരു എനിവേ അതൊരു തമാശക്ക് പറഞ്ഞാണ്, അതെ അതെ ഞാനാരുമല്ല. അതെ ആ. അപ്പൊ ഞാൻ കോഴിക്കോട് പിന്നെ കോട്ടയം, കൊച്ചി അവിടെയൊക്കെ വർക്ക് ചെയ്തതിന് ശേഷമാണ് ഡൽഹിയിൽ വരുന്നത് 2000. പിന്നെ ഈ പറഞ്ഞതുപോലെ അതിനു മുമ്പേ ദേശീയ രാഷ്ട്രീയം പിന്നെ സൂക്ഷ്മമായി താങ്കളെ പോലെയൊക്കെ തന്നെ സൂക്ഷ്മമായി നിരീക്ഷിക്കാനും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് എന്നേക്കാൾ ഒരു കുറെ കാലം മുമ്പ് ശ്രീ ഗോപാലകൃഷ്ണൻ ഡൽഹിയിൽ എത്തിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ രാഷ്ട്രീയം, ഈ രാഷ്ട്രീയം ഇന്ത്യയുടെ ഒരു രാഷ്ട്രീയത്തിൽ ഒരു വലിയ മാറ്റം സംഭവിക്കുന്ന വർഷങ്ങൾ നാം സംഭവബഹുലമാണ്. ഞാൻ വന്നപ്പോൾ ചന്ദ്രശേഖർ ആയിരുന്നു പ്രധാനമന്ത്രി. ചന്ദ്രശേഖറിന് ശേഷം വന്ന മാറ്റങ്ങൾ മുഴുവൻ ഞാൻ കാണുകയായിരുന്നു. എത്രയോ ആളുകൾ, നരസിംഹറാവു, IK ഗുജ്റാൽ, പിന്നെ 2-3 വാജ്പേയി സർക്കാരുകൾ, HT ദേവഗൌഡ, ഇതെല്ലാം കാണാനിട വന്നു സുരേഷ് വരുന്നതിന് മുൻപ്. ശരിക്കും പറഞ്ഞാൽ ഒരു സംഭവബഹുലമായ വർഷങ്ങളായിരുന്നു. പിന്നെ മൻമോഹൻ സിംഗിന്റെ പേര് മറന്നു. തീർച്ചയായും. പിന്നെ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയുടെ ഒരു മതേതര അല്ലെങ്കിൽ ജനാധിപത്യ സ്വഭാവമുള്ള ഒരു രാഷ്ട്രീയം, അല്ലെങ്കിൽ അതിന്റെ ഒരു അതിൽ വിശ്വസിച്ചു പോന്ന ഭരണഘടനാ മൂല്യങ്ങളിൽ മുറുകെ പിടിച്ചു നിന്ന് പോകാൻ പരമാവധി ശ്രമിച്ചിട്ടുള്ള ഒരു ഇന്ത്യയിൽ നിന്ന് അതെല്ലാം കാറ്റിൽ പറത്തുന്ന ഒരു ഇന്ത്യയിലേക്കുള്ള ഒരു പ്രയാണം നടന്ന വർഷങ്ങളാണ്. ഒരുപക്ഷെ ഈ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം, ഇന്ദിരാഗാന്ധിയുടെ വധത്തിന് ശേഷം ഇങ്ങോട്ടുള്ള ഇന്ത്യയെ സൂക്ഷ്മമായി പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. അസ്ഥിരതയുടെയും അതോടൊപ്പം തന്നെ സോക്കോൾഡ് സുസ്ഥിരതയുടെയും വർഷങ്ങൾ ഇതിനിടയ്ക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ഇന്ത്യക്ക് സംഭവിച്ചത് അതിന്റെ ജനാധിപത്യ, മതനിരപേക്ഷ, ഭരണഘടനാ മൂല്യങ്ങളുടെ തുടർച്ചയായ അപജയമാണ് എന്ന് പറയുന്നു. ഞാൻ ഇപ്പോ ഇന്ദിരാഗാന്ധിയുടെ കൊലപാതകത്തെക്കുറിച്ച് അല്ലെങ്കിൽ വധത്തിനെ കുറിച്ച് സുരേഷ് പറഞ്ഞു. സുരേഷ് ഡൽഹിയിൽ എത്തുന്നതിന് മുൻപ് ഒരു അന്തരാള ഘട്ടം എന്ന് പറയാവുന്നത് ഇന്ദിരാഗാന്ധിയുടെ, അല്ലെങ്കിൽ ബ്ലൂ സ്റ്റാർ ഓപ്പറേഷൻ മുതൽ ഞാൻ പറയും. ബ്ലൂ സ്റ്റാർ ഓപ്പറേഷൻ, അതിനുശേഷം ഇന്ദിരാഗാന്ധിയുടെ വധമുണ്ടാകുന്നു, രാജീവ് ഗാന്ധിയുടെ വധമുണ്ടാകുന്നു, അതിനുശേഷം അതെല്ലാം കഴിഞ്ഞിട്ടാണ് സുരേഷ് ഡൽഹിയിലേക്ക് വരുന്നത്. പക്ഷെ സുരേഷ് ഡൽഹിയിൽ വന്നു കഴിഞ്ഞാണ്, എൻ്റെ ധാരണ ശരിയാണെങ്കിൽ, ഗുജറാത്തിലെ വർഗീയ കലാപം ഉണ്ടാകുന്നത്. അത് ഡൽഹിയിൽ നിന്നും അതിനു മുൻപുള്ള കാര്യങ്ങളെല്ലാം കേരളത്തിൽ ഇരുന്ന് കാണുകയായിരുന്നു സുരേഷ്. പക്ഷെ ഗുജറാത്ത് വർഗീയ കലാപത്തിന് ഡൽഹിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത ആ കാലത്തെക്കുറിച്ച് ഒന്ന് സ്മരിക്കാമോ? ശരിക്കും പറഞ്ഞാൽ ഇക്കാലം അത്രയുള്ള എൻ്റെ ഒരു മാധ്യമ പ്രവർത്തനത്തിനിടെ ഏറ്റവും മാനസിക പ്രയാസത്തോടുകൂടി റിപ്പോർട്ട് ചെയ്തത് 2002 ഗുജറാത്ത് തന്നെയാണ്. സബർമതിക്കരയിൽ നിന്ന് ദുഃഖപൂർവ്വം എന്നായിരുന്നു ആ തുടർച്ചയായ റിപ്പോർട്ടുകളുടെ. കേട്ടില്ല, അതൊന്നും കൂടെ പറയൂ. സബർമതിക്കരയിൽ നിന്ന് ദുഃഖപൂർവ്വം എന്നാണ് ഞാനൊരു സബർമതിക്കരയിൽ നിന്ന് ദുഃഖപൂർവ്വം ഓക്കെ എന്നാണ് ഞാൻ അന്ന് എഴുതിയ റിപ്പോർട്ടുകളുടെ ഒരു ബാനർ ആയിരുന്നത്. ഈ ഗോദ്രയിലെ കത്തിയ ട്രെയിനിൽ കയറിയിട്ടുണ്ട്. ഇസ്ഹാൻ ജാഫ്രി അടക്കമുള്ളവരുടെ ആക്രമിക്കൂട്ടം ഈ കൊന്ന ഈ ഗുൽബർഗ സൊസൈറ്റി, പിന്നെ നരോദ പാട്യ, ബെസ്റ്റ് ബേക്കറി, കൂട്ടബലാത്സംഗത്തിനിരയായ ബിൽക്കിസ് ബാനു, അവരുടെ മുമ്പിലൊക്കെ ഇരുന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. മനുഷ്യത്വവും മതേതരത്വവും എല്ലാം ഒരുപോലെ നിലവിളിച്ച ഗുജറാത്ത് ഇന്നും ഭരിക്കുന്നത് BJP ആണെന്നല്ല, അവിടെ ഇപ്പോഴും പിന്നെ ഈ വംശഹത്യക്ക് ഇരയായ ആളുകൾക്ക് ഒരു സാധാരണ പൗരന്റെ അവകാശങ്ങളിലേക്ക് തിരിച്ചു വരാൻ കഴിഞ്ഞിട്ടില്ല എന്ന വേദന കൂടി ഇപ്പോ. അതാ ഞാൻ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുൻപ്, ഞാൻ ഈ ഗുജറാത്ത് കലാപം റിപ്പോർട്ട് ചെയ്തതിനെ കുറിച്ച് സുരേഷ് പറഞ്ഞപ്പോൾ സുരേഷ് അതിൻ്റെ കൂടെ പറഞ്ഞ, അതായത് ഇപ്പോഴും അവിടുത്തെ ജനങ്ങൾ, അതിനിരകളായ ജനങ്ങൾ ഒരു മെയിൻ സ്ട്രീം രാഷ്ട്രീയത്തിൽ ഭാഗഭാക്കാകാൻ കഴിയാതെ ഒരു എന്താണ് പറയുന്നത്, പിന്നാമ്പുറങ്ങളിൽ നിൽക്കുന്നവരാണ്.
ഇത് പക്ഷേ അത് എങ്ങനെയാണ് ഇത്രയും വലിയ മുസ്ലിം ജനസംഖ്യയുള്ള ഗുജറാത്തിൽ എങ്ങനെയാണ് ആ അവസ്ഥ സമീകരിക്കപ്പെട്ടത്? അല്ലെങ്കിൽ എങ്ങനെയാണ് അതൊരു ഒരു ഒരു ദൈനംദിന ഒരു വ്യവസ്ഥയായിട്ട് മാറിപ്പോയത്, ഈ ഒറ്റപ്പെടൽ, ഒരു സമൂഹത്തിന്റെ ഒറ്റപ്പെടൽ? ഈ ഗുജറാത്ത് പൊതുവെ ഒരു നേരത്തെയും അതിന്റെ ഒരു എന്താ പറയാ വർഗീയ വിഭാഗീയ ചിന്താഗതികളുടെ ഒരു ചില സംഭവങ്ങൾ നമുക്ക് നേരത്തെയും നമ്മുടെ മുമ്പിലുണ്ട്. അപ്പൊ ഈ ഗുജറാത്ത് ഭൂകമ്പം ഉണ്ടായ സമയത്ത് പോലും അവിടെ സംഘപരിവാർ ഒരു വശത്ത് ശക്തമായ പ്രവർത്തനം നടത്തുന്ന ഒരു സംസ്ഥാനം കൂടിയാണ്. അപ്പോ അവിടെ തീർച്ചയായിട്ടും പിന്നെ ഈ ഗുജറാത്ത് ഭൂകമ്പം ഉണ്ടായ സമയത്ത് പോലും ഈ നമ്മള് എന്താ പറയുക മനുഷ്യകാരുണ്യ പ്രവർത്തനം നടത്തുന്നതിൽ പോലും ഇങ്ങനെ ഒരു വർഗീയതയുടേതായ ഒരു ജയ് ശ്രീരാം വിളിച്ചാൽ മാത്രമേ ഭക്ഷണം കൊടുക്കൂ എന്നുള്ളൊക്കെ പറഞ്ഞിരുന്ന അതൊക്കെ വാർത്തയായിട്ടുള്ള ഒരു ഘട്ടം ഒരുപക്ഷെ ഓർക്കുന്നുണ്ടാവും. അങ്ങനെയുള്ള ഒരു സമയമാണ്. ഏതായാലും ഈ പിന്നെ കേശുഭായ് പട്ടേലിന് ശേഷം ശ്രീ നരേന്ദ്രമോദി ഗുജറാത്ത് മുഖ്യമന്ത്രിയായി BJPയുടെ ഉള്ളിലെ സാഹചര്യങ്ങൾ കൊണ്ട് ഗുജറാത്ത് മുഖ്യമന്ത്രിയായി മാറിയതിനു ശേഷം ശരിക്കും പറഞ്ഞാൽ അവിടെ ഈ വിഭാഗീയ ചിന്താഗതികൾ ഇങ്ങനെ ഭിന്നിപ്പിന്റെ ഒരു രാഷ്ട്രീയമാണ് ആ ഗുജറാത്തിലെ എല്ലാ കാലവും ഇത് തുടർന്ന് ഇങ്ങോട്ടുള്ള എല്ലാ കാലവും പരീക്ഷിക്കപ്പെട്ട് പോകുന്നത്. അത് ഗുജറാത്തികളുടെ അഭിമാനം എന്ന രീതിയിൽ ഗുജറാത്തികളുടെ അല്ലെങ്കിൽ ഹിന്ദുക്കളുടെ ദുരഭിമാനം വളർത്തുന്നതിൽ കേന്ദ്രീകരിച്ച് നിന്ന ഒരു രാഷ്ട്രീയം. അതിനിടയിലാണ് നമുക്കറിയാവുന്നത് പോലെ തന്നെ ഈ പറയുന്ന ഗോത്ര ട്രെയിൻ കത്ത് പിന്നെ തുടർന്നുള്ള വംശഹത്യ നടന്നത്. അതിനുശേഷമുള്ള ഈ തെരഞ്ഞെടുപ്പുകളിൽ പിന്നെ ഞാൻ ഇതുപോലെ തന്നെ റിപ്പോർട്ടിങ്ങിന്റെ ആവശ്യത്തിന് വേണ്ടി പോയിട്ടുണ്ട്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു ഒരു വശത്ത് ഒരു ഹിന്ദു ഹൂലിഗാനിസം എന്ന് വേണമെങ്കിൽ അതാണ് അവിടെ നടക്കുകയും മറ്റുള്ളവർ നിശബ്ദരാക്കപ്പെടുകയും ചെയ്ത ഒരു പശ്ചാത്തലമാണ്. ഇപ്പൊ ഗുജറാത്തിലെ തീർച്ചയായിട്ടും ന്യൂനപക്ഷങ്ങളാണ്. അപ്പോ ഒരു അധികാരത്തിന്റെ ബലത്തോടുകൂടി ഒരു തരം പിന്നെ വിവേചനത്തിന്റെ അന്തരീക്ഷം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമാണ് ഒരു അതിന് ഇരകളാക്കപ്പെടുന്നവർക്ക് കൂടുതൽ നിശബ്ദരാകേണ്ടി വരുന്നു എന്നുള്ളതാണ്. അത് ഇപ്പോ എത്രയോ തെരഞ്ഞെടുപ്പുകൾ മോദി അത് കഴിഞ്ഞ് പിന്നെ കേന്ദ്രത്തിലെത്തി പ്രധാനമന്ത്രിയായി. പക്ഷെ ഗുജറാത്ത് അതിന്റെ ഈ പറഞ്ഞ വിഭാഗീയ ചിന്തയിലും അസമത്വത്തിലും പെട്ട് തന്നെയാണ് മുന്നോട്ട്. പക്ഷെ അതേസമയം ശരിക്കും പറഞ്ഞാൽ അത് ഇന്ത്യയിലേക്ക് സ്പിൽ ഓവർ ചെയ്തു എന്നും കൂടെ വേണമെങ്കിൽ നമുക്ക് അത് തന്നെ. പക്ഷെ അതേസമയം തന്നെ ഇന്ത്യയിൽ മറ്റ് സ്ഥലങ്ങളിലെല്ലാം കോൺഗ്രസ് ഏതാണ്ട് കാലഹരണപ്പെടുന്നത് പോലെ വളരെ ചെറിയ പാർട്ടികളായി ഉത്തർപ്രദേശിലും ബീഹാറിലും എല്ലാം മാറുമ്പോഴും ഈ ഗുജറാത്തിൽ കോൺഗ്രസ് ആണ് ഇപ്പോഴും ഈ ചെറുത്ത് നിൽക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ളത് കാണാതിരിക്കാൻ പറ്റില്ല അല്ലേ? അല്ല, കോൺഗ്രസ് തീർച്ചയായിട്ടും ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഈ ഒരു വർഗീയതയിൽ കേന്ദ്രീകരിച്ചുള്ള ഒരു രാഷ്ട്രീയം മുന്നോട്ട് പോയപ്പോൾ അതിനെ ശക്തമായി പ്രതിരോധിക്കാൻ കോൺഗ്രസിന് കഴിയുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അല്ലെങ്കിൽ അതിന് പറ്റിയ ഒരു മുദ്രാവാക്യം കണ്ടെടുക്കാൻ സ്വന്തം നിലപാടുകളിൽ അല്ലെങ്കിൽ ഇന്ത്യയുടെ ആശയങ്ങളിൽ ഉറച്ചു നിന്ന് അതനുസരിച്ച് മുന്നോട്ട് പോകാനുള്ള പരിമിതികൾ കോൺഗ്രസിന് മുമ്പിലുണ്ട്. അത് പിന്നെ അതിനോട് സഹകരിക്കുന്ന ആളുകളുടെ കോൺഗ്രസിന്റെ പഴയ ആശയങ്ങളോട് സഹകരിച്ച് നിൽക്കുന്നവർ കൈമോശം വന്നു പോയ ഒരു അവസ്ഥയുണ്ട്. ഇത് ഗുജറാത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ ഒട്ടാകെയുള്ള സാഹചര്യങ്ങളിൽ നോക്കിയാലും നമുക്കത് കാണാൻ കഴിയുന്നത്. തീർച്ചയായിട്ടും ഓരോ സംസ്ഥാനങ്ങളിലും ഇപ്പോ ഈ നേരത്തെ പറഞ്ഞ ജനാധിപത്യ മതേതര ഇന്ത്യയുടെ ആശയങ്ങളിൽ നിന്ന് വർഗീയ ഇന്ത്യയുടെ ആശയങ്ങളിലേക്കുള്ള ഒരു അധപ്പതനത്തിനിടയിൽ പിന്നെ കോൺഗ്രസ് ആണ് അതിന്റെ ഏറ്റവും കെടുതി നേരിടുന്ന ഒരു പാർട്ടി. പ്രാദേശിക പാർട്ടികൾ അതിനോട് ശക്തമായി നേരിട്ട് പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്നുണ്ട്. എങ്കിൽ പോലും ഇപ്പോൾ നടക്കുന്ന ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പിന്നെ അത് എങ്ങോട്ടാണ് എന്നുള്ള ചോദ്യമാണല്ലോ ഇപ്പൊ നമുക്ക് മുന്നിലുള്ളത്. എങ്ങനെയാണ് ഇതിനകത്ത് നമ്മുടെ ഇന്ത്യ എന്ന ആശയം തിരിച്ചു പിടിക്കുമോ, അതല്ല വർഗീയതയുടെ ഒരു വിഭാഗീയതയുടെ ഒരു രാഷ്ട്രീയത്തിലേക്ക് കീഴടങ്ങി പോകുമോ തുടങ്ങിയ ചോദ്യങ്ങൾ മുൻനിർത്തിയാണ് ഈ തെരഞ്ഞെടുപ്പ്. അതിന്റെ ഉത്തരം അറിയുമ്പോൾ താങ്കൾ ഡൽഹി വിട്ടുകഴിഞ്ഞു. കേരളത്തിൽ ഇരുന്നാണ് അതിന്റെ ഉത്തരം സുരേഷ് കാണാൻ പോകുന്നത്. അതെ, പക്ഷെ എനിക്ക് ഈ ഡൽഹിയെ
എനിക്ക് അപ്പോഴും നാട്ടിലിരുന്നും വളരെ കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ പറഞ്ഞതുപോലെ 1-ാം തീയതി ഞാൻ പോകും. സുരേഷ്, ഈ ഗുജറാത്ത് ഉത്തരേന്ത്യയുടെ മറ്റു ഭാഗങ്ങളിലേക്ക് തുളുമ്പി എന്ന് ഇപ്പോൾ സുരേഷ് പറഞ്ഞു. ശരിയാണത്. ആ തുളുമ്പൽ ഉണ്ടായി എന്നുള്ളതാണ്. എനിക്ക് ചെറിയൊരു അനുഭവം എനിക്ക് പറയാനുള്ളത്. ഞാൻ ഈ CM ഇബ്രാഹിം ഈ ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രിയായത് ദേവഗൗഡയുടെ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഔദ്യോഗികമായ ആവശ്യങ്ങൾക്ക് വേണ്ടി പോകേണ്ടി വരുമായിരുന്നു. അപ്പോൾ അവിടെ എല്ലാം എപ്പോഴും അദ്ദേഹത്തിൻ്റെ സ്വീകരണ മുറികളിലെല്ലാം ഈ മുസ്ലിങ്ങളുടെ ആധിക്യം നമുക്ക് കാണാൻ കഴിയും, അദ്ദേഹത്തെ കാണാൻ വരുന്നവരൊക്കെ. അപ്പോൾ ഞാൻ നേരിട്ട് വലിയൊരു ചോദ്യമായിരുന്നു CM ഇബ്രാഹിം എന്നോട് ചോദിച്ച ചോദ്യം. ഞാൻ അദ്ദേഹമായിട്ട് വളരെ അടുത്ത് ഇടപഴകാൻ തുടങ്ങിയപ്പോൾ ഞാൻ ചോദിച്ചു, ഇവിടെ വരുമ്പോഴെല്ലാം താങ്കളുടെ സമുദായത്തിലുള്ള ആളുകൾ മാത്രമേ ഉള്ളല്ലോ, മറ്റാളുകളൊന്നും കാണാൻ വരാറില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു, മറ്റ് 28 ക്യാബിനറ്റ് മന്ത്രിമാരുടെ വീടുകളിൽ പോകുമ്പോൾ അവിടെയൊന്നും നിങ്ങൾക്കൊരു മുസ്ലിമിനെ കാണാൻ കഴിയില്ല. അപ്പോൾ നിങ്ങൾക്ക് അതിനകത്തൊരു അസ്വാഭാവികത തോന്നുന്നില്ലല്ലോ എന്ന്. അവരെവിടെയെങ്കിലുമൊക്കെ പോകണ്ടേ, അവർക്കപ്പോൾ ഇവിടെ മാത്രമേ വരാനുള്ളൂ എന്ന് പറഞ്ഞു. ഞാനിത് ഉന്നയിക്കുന്നത് ഇപ്പോൾ ഈ പ്രശ്നം എനിക്ക് നേരിട്ടുണ്ടായ ഈ അനുഭവം ഞാനിവിടെ പറയാൻ കാരണം, ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയെ പോലും നിർത്താതെ ഇത്തവണ മലപ്പുറത്ത് മാത്രമാണ് ഇന്ത്യയിൽ മൊത്തത്തിലുള്ള 444ഓളം സ്ഥാനാർത്ഥികളെ BJP നിർത്തുമ്പോൾ ഒരു സ്ഥാനാർത്ഥിയാണ് അവർ നിർത്തിയിരിക്കുന്നത്. ക്യാബിനറ്റിൽ മുസ്ലിം പ്രാതിനിധ്യമില്ല. ഞാൻ ചോദിക്കുന്നത് ഈ കേരളത്തിലെ ജനങ്ങളോടാണ് സുരേഷ് നിരന്തരം കഴിഞ്ഞ 25 കൊല്ലങ്ങളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ നിരവധി തെരഞ്ഞെടുപ്പുകൾ റിപ്പോർട്ട് ചെയ്തിരുന്നതാണ്. പക്ഷേ ഈ വടക്കേ ഇന്ത്യയിലെ ഗ്രാമീണ സമൂഹങ്ങളെയും നഗര സമൂഹങ്ങളെയും അവരുടെ ജീവിതങ്ങളെയും അതിനകത്തുള്ള സങ്കീർണതകളെയും അതിൽ ഒരു വലിയ വിഭാഗം അനുഭവിക്കുന്ന അസാധാരണമായ മനുഷ്യത്വ വിരുദ്ധമായ ഒറ്റപ്പെടലുമൊക്കെ മലയാളികൾക്ക് മനസ്സിലാകും. മലയാളികൾ മനസ്സിലാക്കുന്നതിന് വളരെ വളരെ ദൂരത്താണ് യഥാർത്ഥ സ്ഥിതി. കാരണം നമ്മുടെ കേരളത്തിൽ കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ കേരളത്തില് ഇത്തരം രണ്ടു തരം പൗരന്മാരുടെ അല്ലെങ്കിൽ ഒന്നിനൊന്ന് കീഴടങ്ങി കിടക്കേണ്ട ഒരു സാഹചര്യം കേരളത്തിൽ നമുക്കില്ല. നമ്മൾ കുറച്ചുകൂടി പ്രബുദ്ധമായി ചിന്തിക്കാൻ ശീലിച്ചിരുന്നു. അതിൽ നിന്ന് മാറ്റമുണ്ടായി വരുന്നത് ഇപ്പം പുതിയൊരു പ്രവണതയാണ് എന്ന് അംഗീകരിക്കുമ്പോൾ തന്നെ എന്തായാലും കേരളത്തിലെ സാമുദായിക സാഹചര്യങ്ങൾ ഒന്നുമല്ല വടക്കേന്ത്യയിൽ, പ്രത്യേകിച്ച് നമ്മള് ഹിന്ദി ഹൃദയഭൂമി എന്നൊക്കെ പേരിട്ട് വിളിക്കുന്ന സംസ്ഥാനങ്ങളില് വടക്കേന്ത്യയില് നിൽക്കുന്നത്. അവിടെ എന്ന് പറയുമ്പോൾ ഒന്നാമത് വിദ്യാഭ്യാസം, രണ്ടാമത് സാമ്പത്തികം, അധികാരത്തിൽ നിന്ന് അകലെ നിൽക്കുന്ന അവസ്ഥ, ഇതൊക്കെയും ചേർന്ന് അത് 3-4 കാരണങ്ങളുണ്ട്. ഒന്ന്, 1957 57 എന്നുള്ള ഒരു കാലഗണന പോലും പറ്റില്ല. അതിനു മുൻപ് തന്നെ പലതരത്തിൽ അധികാരത്തിൽ മറ്റു മതവിഭാഗങ്ങൾക്കും ഉണ്ടായിരുന്ന പ്രാതിനിധ്യം, 57 ശേഷം കൃത്യമായി ഉള്ള പ്രാതിനിധ്യം. 2, വിദ്യാഭ്യാസപരമായി നേടിയ വലിയ ഔന്നത്യങ്ങൾ. 3, സാമ്പത്തികമായിട്ടുള്ള അവസ്ഥകൾ. ഇതൊന്നുമില്ലാത്ത ഒരു സമൂഹമാണ് വടക്കേ ഇന്ത്യയിൽ ഒറ്റപ്പെടുന്നത് എന്നുള്ളതാണ്. അതെ, ആ ഒരു പ്രതിസന്ധിയാണ് അത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ അവിടെ നിലനിൽക്കുന്ന സാഹചര്യം എന്താന്ന് പറഞ്ഞാൽ, നമ്മുടെ കേരളത്തിൽ അവകാശപ്പെടുന്ന ഒരു തുല്യ പൗരത്വത്തിന്റെ അവസ്ഥ പോലുമല്ല. വൻകിട പൗരന്മാരായിട്ട് ന്യൂനപക്ഷങ്ങൾക്ക് ജീവിക്കേണ്ടി വരുന്നു, ഒതുക്കപ്പെടേണ്ടി വരുന്നു. അല്ലെങ്കിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, കേരളത്തില് ബുൾഡോസർ ഒരു ഭരണാധികാരിയുടെ ചിഹ്നമാകുന്ന ഒരു സാഹചര്യം കേരളത്തിൽ. അതെ. അപ്പോ ഇത് ഒരു ഭരണാധികാരിയുടെ ചിഹ്നമായിട്ട് ബുൾഡോസർ മാറുന്ന സാഹചര്യമാണ് UP പോലെയുള്ള സംസ്ഥാനങ്ങളിൽ നിലനിൽക്കുന്നത്. അപ്പൊ അവിടെ അടിച്ചമർത്തൽ ഒരു ഭരണശൈലി തന്നെ. അപ്പൊ ആ അടിച്ചമർത്തൽ എന്ന് പറയുന്നത് അനീതിയെ അടിച്ചമർത്തലല്ല, പകരം കീഴ്പ്പെട്ട് ജീവിക്കേണ്ടവരെ എക്കാലത്തേക്കും അതിലേക്ക് തള്ളിവിടുന്ന വിധത്തിലുള്ള ഒരു അടിച്ചമർത്തൽ. അതിന് അധികാരം ഇതിനുള്ള ഉപകരണമായി മാറുന്നത്. അപ്പൊ ആ സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ് ഈ രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ള
പിന്നെ സ്പർദ്ധ വളർത്താൻ വേണ്ടിയിട്ടുള്ള തുടർച്ചയായ ശ്രമം നടത്തും. അപ്പോ പിന്നെ നമുക്കറിയാം, ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പോയി ക്ഷേത്രത്തിന്റെ ക്ഷേത്രത്തിൽ പൂജാ ചടങ്ങുകൾ സ്വന്തം നിലയ്ക്ക് സ്വന്തം വിശ്വാസം അനുസരിച്ച് ചെയ്യുകയല്ല. ഒരു ക്ഷേത്രത്തിന്റെ അല്ലെങ്കിൽ പിന്നെ ഒരു വിവാദ ഭൂമിയിൽ ഉയർന്ന ഒരു ക്ഷേത്രത്തിന്റെ പൂജയുടെ അല്ലെങ്കിൽ ശിലാന്യാസത്തിന്റെ ആ ക്ഷേത്രത്തിന്റെ ഉദ്ഘാടനത്തിന്റെ എല്ലാ ചുമതലയും ഏറ്റെടുത്ത പൂജാരിയെ പോലെ ഒരു മതേതര ജനാധിപത്യ ഇന്ത്യയുടെ ഒരു പ്രധാനമന്ത്രി പ്രവർത്തിക്കുകയാണ്. അത് ശരിക്കും പറഞ്ഞാൽ എല്ലാ മതങ്ങളിൽ നിന്നും അകലം പാലിച്ചുകൊണ്ടും എല്ലാ മതങ്ങളെയും ബഹുമാനിച്ചുകൊണ്ടുമാണല്ലോ ഒരു പ്രധാനമന്ത്രി. പിന്നെ ഈ സുരേഷ് ഈ പത്രപ്രവർത്തനത്തിൽ ഇതിനെ പത്രപ്രവർത്തനവുമായിട്ട് ബന്ധപ്പെടുകയും ഈ കാര്യങ്ങളെക്കുറിച്ച് കേരളം പോലൊരു സമൂഹത്തിന് വേണ്ടി നിരന്തരം റിപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇരിക്കുമ്പോൾ ദേശീയ മാധ്യമങ്ങളിൽ, പ്രത്യേകിച്ച് ഹിന്ദിയും ഇംഗ്ലീഷിലുമുള്ള ദിനപത്രങ്ങളിൽ ഇത്തരം കാഴ്ചപ്പാടുകൾ അച്ചടിച്ചു വരാത്തൊരു സാഹചര്യം കൂടി ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. ഇത് മലയാളികൾ മാത്രം വായിക്കുന്ന ഒരു സാഹചര്യമായിട്ട് മാറുകയാണ്. തീർച്ചയായിട്ടും ശ്രീ ഗോപാലകൃഷ്ണൻ പറഞ്ഞത് വളരെ ശരിയാണ്. എന്ന് വെച്ചാൽ പിന്നെ ഇപ്പോ മാധ്യമ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അങ്ങനൊന്ന് അത് അടിച്ചമർത്തപ്പെടുന്നു എന്നുള്ളത് മാത്രമല്ല, പിന്നെ മാധ്യമങ്ങളെ വിലക്കെടുത്തു പോവുകയാണ്. ഓരോ മാധ്യമ സ്ഥാപനങ്ങളെയും വിലക്കെടുത്തു പോവുകയാണ്. NDTV നടത്തിയ പ്രണോയ് റോയ്ക്ക് അല്ലെങ്കിൽ അവരുടെ അവരുടെ ടീമിന് ആ സ്ഥാപനത്തിൽ തന്നെ കൂടൊഴുകി പോവുകയാണ്. അങ്ങനെ എത്രയോ സ്ഥാപനങ്ങൾ നമുക്ക് മുമ്പിലുണ്ട് കഥ പറയാൻ. അപ്പം അതൊക്കെ ഒരുതരം കോർപ്പറേറ്റ് അല്ലെങ്കിൽ പണക്കൊഴുപ്പിന്റെ കരുത്തോടുകൂടി, അധികാരത്തിന്റെ കരുത്തോടുകൂടി ആ സ്ഥാപനങ്ങളിൽ സ്വതന്ത്രമായി പ്രവർത്തിച്ചു വന്നിരുന്ന സ്ഥാപനങ്ങളെ പ്രബീർ പുർഗായസ്ത ഈ കഴിഞ്ഞ ദിവസമാണ് ജയിലിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്നത്. അത് സുപ്രീം കോടതിയുടെ ഇടപെടലോടുകൂടിയാണ്. അപ്പൊ ഇത്തരം അടിച്ചമർത്തലുകൾക്കിടയിലാണ് മാധ്യമ പ്രവർത്തനം നടക്കുന്നത്. എത്രയോ ആളുകൾ നാം ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പോലും എത്രയോ ആളുകൾ വിചാരണ തടവുകാരായിട്ട് ജയിലിൽ കിടക്കുകയാണ്. അക്കാഡമിക്കുകൾ, വിദ്യാർത്ഥികൾ, അല്ലെ, സാമൂഹ്യ പ്രവർത്തകർ. അപ്പോഴാണ് അവരൊക്കെ രാജ്യദ്രോഹം ചെയ്തു വരുന്നു. പിന്നെ അത് മറുവശത്തുള്ളവരൊക്കെ ദേശസ്നേഹികളുമാകുന്ന ഒരു വലിയ വിരോധാഭാസത്തിലാണല്ലോ നമ്മൾ ജീവിച്ചത്. വലിയ മലയാളികൾ പത്രപ്രവർത്തന രംഗത്ത് ഉണ്ടായിരുന്ന ഒരു കാലം എനിക്ക് ഓർമ്മയിൽ വരികയാണ്. ഇപ്പോൾ VK മാധവൻകുട്ടി, അല്ലെങ്കിൽ നായർ സാർ എന്ന് വിളിച്ചുകൊണ്ടിരുന്ന നരേന്ദ്രൻ, അല്ലെങ്കിൽ TVR ഷേനായി, അല്ലെങ്കിൽ OV വിജയൻ, ഇനി CP കുരുവിള, അല്ലെങ്കിൽ TN നൈനാൻ, അല്ലെങ്കിൽ ഇനി പറയുകയാണെങ്കിൽ നമ്മൾ കാർട്ടൂണിസ്റ്റ് കുട്ടി, കാർട്ടൂണിസ്റ്റ് TP ഉണ്ണി, അല്ലെങ്കിൽ ഇങ്ങനെ, പിന്നെ തീർച്ചയായിട്ടും ഡി വിജയമോഹനൊക്കെ എൻ്റെ അടുത്ത സുഹൃത്തായിരുന്നു. ഡി വിജയമോഹൻ, അശോകേട്ടൻ, ഇങ്ങനെയൊക്കെയുള്ള ആളുകളും ആയിട്ട് മലയാളി അല്ലെങ്കിലും മലയാളിയായി തീർന്ന സച്ചിദാനന്ദമൂർത്തി, ഇപ്പോൾ ഇങ്ങനെയുള്ള ആളുകളുമൊക്കെ അടുത്ത് ഇടപഴകാൻ പലരുമായിട്ട്, ഈ പറഞ്ഞ ലിസ്റ്റിൽ പലരുമായിട്ട് അടുത്തിടപഴകാൻ സുരേഷിന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അവരെയൊക്കെ എങ്ങനെ ഓർക്കുന്നത് സുരേഷ്, ഈ ഡൽഹിയിൽ നിന്നും പോകുന്ന ഈ വേളയിൽ? ശരിക്കും പറഞ്ഞാല് പിന്നെ ഇപ്പോ നമുക്ക് മുന്നിൽ ഈ ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ VK മാധവൻകുട്ടിയുടെ കാലം മുതലാണ് ശരിക്കും പറഞ്ഞാല് തീർച്ചയായിട്ടും എനിക്ക് നമ്മുടെ മുമ്പിലുള്ള തലമുറ പോത്തൻ ജോസഫ് പോലുള്ള ആളുകൾ ഇങ്ങോട്ട് പോരുന്ന ഒരു തലമുറയുണ്ട്. തീർച്ചയായിട്ടും പറയാനുള്ളവരുടെ പേര് പൂർണ്ണമല്ല, അത് സ്വാഭാവികമായി സംസാരത്തിനിടയിൽ വന്നു പോകുന്നു. അതല്ല, ഇവരും ഒക്കെ ആയിട്ട് നമുക്ക് ഇടപഴകാൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മുടെ രാജ്യത്തിന്റെ ഈ നേരത്തെ പറഞ്ഞ ആശയങ്ങളിൽ നിന്നുകൊണ്ട് പിന്നെ രാജ്യത്തിന് വേണ്ടിയിട്ടും കേരളത്തിന് വേണ്ടിയിട്ടും സവിശേഷമായ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള പേരുകളാണ് നേരത്തെ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഈ കാലം മുന്നോട്ട് പോകുന്നതനുസരിച്ച് ചില പിന്നെ രാഷ്ട്രീയ താല്പര്യങ്ങൾ ചിലർക്കെങ്കിലും വന്നു പോവുകയും അതിനനുസരിച്ചുള്ള ചാഞ്ഞും ചെരിഞ്ഞും ഒക്കെ ഉള്ള പ്രവർത്തനങ്ങൾ ഉണ്ടായി പോവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ശരാശരി നമ്മുടെ ഒരു മലയാളി പത്രപ്രവർത്തകരുടെ പൊതുവായ
സ്ഥിതി വിലയിരുത്തി നോക്കിയാൽ അവരെല്ലാം നല്ല നിലയിൽ മാധ്യമ പ്രവർത്തനം നടത്തുകയും നടത്തിയിട്ടുണ്ട്, നടത്തിക്കൊണ്ട് പോകുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക്. വ്യക്തിപരമായി ഈ പത്രപ്രവർത്തന അനുഭവത്തിൽ വ്യക്തിപരമായിട്ട് ഇപ്പൊ ഗുജറാത്ത് കലാപം റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ആളുകളെ നേരിട്ട് കാണാൻ പോയി എന്നൊക്കെ സൂചിപ്പിച്ചിരുന്നല്ലോ. അതുപോലെ പല ഘട്ടങ്ങളിലും എടുത്തു കഴിഞ്ഞാൽ വ്യക്തിപരമായി മനസ്സിനെ ഏറ്റവും സ്പർശിച്ച പത്രപ്രവർത്തക മുഹൂർത്തം ഡൽഹി ജീവിതത്തിൽ ഒന്നോ രണ്ടോ ഓർക്കാനുണ്ടോ? ഒന്ന് പറയാമോ? നമുക്ക് അങ്ങനെ, അതായത് പിന്നെ വൈകാരികമായ അല്ലെങ്കിൽ നമ്മൾ പറയാൻ പറ്റാത്ത ചില സന്ദർഭങ്ങളാണ്, നമ്മൾ അത് വിട്ടുകളയുന്നു. പക്ഷെ പൊതുവായ സാഹചര്യങ്ങൾ വിലയിരുത്തി നോക്കിയാൽ നമുക്ക് ഈ പിന്നെ മനുഷ്യൻ അനുഭവിച്ച പ്രയാസങ്ങളുടെ അവസ്ഥ വെച്ച് നോക്കിയാൽ നമ്മൾ പിന്നെ ഈ കർഷക സമരത്തിന്റെയോ അല്ലെങ്കിൽ നോട്ട് നിരോധനത്തിന്റെയോ ഒക്കെ കോവിഡ് കാലത്തുണ്ടായ പ്രയാസങ്ങളുടെയൊക്കെ വലിയ നേർസാക്ഷ്യങ്ങൾ, പിന്നെ ഒരു ഈ പറഞ്ഞതുപോലെ ഒരു നേരം പറയേണ്ട കാര്യങ്ങളാണ്. പക്ഷെ എന്തു പറഞ്ഞാലും ഈ ഒരു കോവിഡ് കാലം അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ സാഹചര്യങ്ങളൊക്കെ നമുക്ക് മുന്നില് വല്ലാത്ത പ്രയാസങ്ങൾ, സങ്കടങ്ങൾ ഉണ്ടാക്കുന്ന ഒത്തിരി ചിത്രങ്ങൾ ഏതെങ്കിലും ഒരു പ്രത്യേക അനുഭവം അങ്ങനെ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നില്ല? അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഗുജറാത്ത് റിയോർട്ടിന്റെ കാലത്തെ തുടങ്ങി വെച്ചിരുന്നു സുരേഷ് ആദ്യം പറഞ്ഞപ്പോൾ. ഈ നമ്മള് അവിടെ റിപ്പോർട്ട് ചെയ്യാൻ പോയപ്പോൾ നമ്മുടെ മുമ്പിൽ കാണുന്നത് നമ്മൾ അഭയാർത്ഥി ക്യാമ്പുകൾ. നമ്മൾ എത്രയോ അഭയാർത്ഥി ക്യാമ്പുകളിൽ പോയിട്ടുണ്ട്. അപ്പൊ അവിടുത്തെ സ്ഥിതി എന്നൊക്കെ പറഞ്ഞാൽ അപ്പോ നമ്മൾ കാണുന്ന വിശപ്പിനോ അല്ലെങ്കിൽ വെള്ളത്തിനോ വിഷമിക്കുന്നവരല്ല, മാനാഭിമാനം പോയി കഴിഞ്ഞിട്ടുള്ള സ്ത്രീകള്. അവരുടെ മുമ്പിൽ എനിക്ക് പിന്നെ സംസാരിക്കുന്നത്, ഞാൻ ഒരു 2-3 മാനഭംഗത്തിനിരയായിട്ട് അഭയാർത്ഥിക്കാം. ആലോചിച്ച് നോക്കണം. ഇപ്പൊ അങ്ങനെ ചെയ്യാൻ നിയമ സാഹചര്യങ്ങൾ പോലും ബുദ്ധിമുട്ടായി. അപ്പൊ അഭയാർത്ഥി ക്യാമ്പിൽ കഴിയേണ്ടി വന്ന ആളുകളോട് എനിക്ക് സംസാരിക്കേണ്ടി വന്നു. അവരുടെ പേരൊന്നും പറയുന്നത് ഉചിതമല്ല. അങ്ങനെ അവരോട് സംസാരിക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോ ക്രൂരമായ എന്താ പറയാ, ഒരു കൂട്ടം നരാധമന്മാരുടെ ആക്രമണത്തിന് ഇരയായതിനു ശേഷം ഈ അഭയാർത്ഥി ക്യാമ്പിൽ ഇങ്ങനെ കഴിഞ്ഞ ആളുകൾ, അവരുടെ സംഭവങ്ങൾ, അവർ നേരിട്ട പ്രയാസങ്ങൾ എന്തൊക്കെയാണ്, അവരെങ്ങനെയാണ് ആക്രമിക്കപ്പെട്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് പാണ്ടർവാട അതുപോലെയുള്ള സ്ഥലങ്ങളിൽ നിന്നുള്ള പിന്നെ സ്ത്രീകൾ സംസാരിച്ചത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. അതൊന്നും ഓർക്കുന്നുണ്ടെന്നല്ല, അത് മറക്കാൻ പറ്റും. ഡൽഹിയിലെ മലയാളി പത്രപ്രവർത്തകനായി സുരേഷ് ജീവിക്കുമ്പോൾ ഇന്ത്യൻ പത്രപ്രവർത്തനത്തിൻ്റെ വർത്തമാന കാലത്തെ ഡൽഹിയിൽ നിന്നും തിരിച്ച് നാട്ടിലേക്ക് പോകാൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന സുരേഷ്, 2000 ഡൽഹിയിലേക്ക് വന്ന സുരേഷ്, ഈ 1/4 നൂറ്റാണ്ടോളം ഡൽഹിയിലെ പത്രപ്രവർത്തന രംഗത്തുണ്ടായ ഏറ്റവും ശ്രദ്ധേയമായ മാറ്റം, അതായത് അതിൻ്റെ ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഉണ്ടായ മാറ്റം എന്താണ്? എനിക്ക് പറഞ്ഞാൽ ഈ ഡൽഹിയിൽ ഒരു 1/4 നൂറ്റാണ്ട് നമ്മൾ ജീവിച്ചു മടങ്ങുമ്പോൾ എനിക്ക് മുമ്പിൽ സത്യം പറഞ്ഞാൽ നമ്മൾ വളരെ ഫ്രാങ്ക് ആയിട്ട് വേണം ഉള്ള കാര്യം ഉള്ളതുപോലെ പറയുക എന്നുള്ളതാണ്. പത്രപ്രവർത്തനം ശരിക്കൊരു ക്ലറിക്കൽ ജോലിയായിട്ട് മാറിപ്പോയിട്ടുണ്ട്. പറഞ്ഞാൽ ഈ അറിയാനും അറിയിക്കാനും തിരുത്തിക്കാനും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ലക്ഷ്യങ്ങൾ വിട്ടിട്ട് അഭിരുചികളുടെ നിർമ്മിതിയിലേക്കാണ് മാധ്യമ പ്രവർത്തനം അങ്ങനെ ചെരിഞ്ഞു പോയിരിക്കുകയാണ്. അഭിരുചികളുടെ നിർമ്മാണമാണ്. ദൃശ്യമാധ്യമ ലോകം ആണെങ്കിൽ വാർത്തയുടെ ഒരു ഉദ്വേഗം, ബ്രേക്കിംഗ് ന്യൂസിന്റെ ഒരു മത്സരം, തത്സമയ സംപ്രേഷണാവസരത്തിലൂടെ പ്രേക്ഷകരെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ അതുവഴി റേറ്റിംഗ് കൂട്ടാൻ വേണ്ടി നടത്തുന്ന ഈവന്റ്, ഇതൊക്കെ നിറഞ്ഞതായിട്ട് മാറിയിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഇപ്പൊ വായനക്കാരുടെ ആയാലും പ്രേക്ഷകരുടെ ആയാലും അഭിരുചികൾക്കൊക്കെ ഐറ്റം വാർത്തയല്ല.
അഭിരുചികൾക്കൊത്ത ഐറ്റം മെച്ചപ്പെട്ട നിലയിൽ ചമയ്ക്കുക എന്ന വെല്ലുവിളിയാണ് ഇപ്പം മാധ്യമ സ്ഥാപനങ്ങളുടെ പ്രേരണയാൽ തന്നെ മാധ്യമ പ്രവർത്തകർ ഏറ്റെടുക്കേണ്ടി വരുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ അച്ചടിമഷി പുരണ്ട ഈ വാക്കിന്റെയും വരകളുടെയും ഒക്കെ കാര്യത്തില് രാഷ്ട്രീയ ഭരണ നേതൃത്വങ്ങൾ വലിയ വില കൽപ്പിച്ചിരുന്നു എന്നുള്ള ഒരു പ്രാമാണ്യം അത് മുൻകാലത്തെ പത്രപ്രവർത്തകർക്ക് അനുഭവിക്കാൻ കഴിഞ്ഞിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയാണ്. ഇപ്പോ എന്തു വരഞ്ഞാലും പുല്ലുവിനും ആ മനോഭാവമായിട്ട് നിൽക്കുന്ന അധികാര നിയന്ത്രകർ, ആ നിയന്ത്രകരിൽ നിന്നുള്ള ദുര അനുഭവങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ മാധ്യമ പ്രവർത്തകർ ഏറ്റുവാങ്ങുന്നത് എന്ന് തോന്നുന്നു. ഈ അന്വേഷണാത്മക പത്രപ്രവർത്തനം എന്നൊക്കെ പറയുന്നതൊക്കെ ഏതാണ്ട് മരിച്ച പങ്കായി. ഈ എത്രമാത്രം ജനാധിപത്യ സംവിധാനങ്ങളെ അതെ മാധ്യമം ജനാധിപത്യ സംവിധാനങ്ങളെ നിയന്ത്രിക്കുന്നവരൊക്കെ ഈ അന്വേഷണാത്മക മാധ്യമപ്രവർത്തനം ഏതാണ്ട് മരിച്ച പങ്ക് ആക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്, വളരെ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. വാർത്താ സ്രോതസ്സുകൾ, ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സോഴ്സസ് എന്ന് പറയുന്ന വാർത്താ സ്രോതസ്സുകൾ അത് ഒരു തരം ഭയപ്പാട് നിറഞ്ഞ മൗലത്തിലേക്ക് മാധ്യമ സ്വാതന്ത്ര്യത്തിന്റെ ഒക്കെ ഈ ഗോവണിപ്പടിയില് ഇന്ത്യക്ക് തുടർച്ചയായി കാല് തെറ്റുന്നത് നമ്മൾ കാണുന്നുണ്ട്. അറിയാനും അല്ലെങ്കിൽ വായനക്കാരെ അറിയിക്കാനും ബാധ്യതപ്പെട്ടവരാണ് മാധ്യമങ്ങൾ എന്നതൊക്കെ ഇന്നിപ്പോ കടലാസിലെ നിർവചനമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. വായനക്കാരുടെയും നേതാലോകിന്റെയും അഭിരുചി കണ്ടറിഞ്ഞ് നടത്തുന്ന അല്ലെങ്കിൽ പബ്ലിക് റിലേഷൻസ് പ്രവർത്തനമായിട്ട് മാധ്യമ പ്രവർത്തനം മാറിപ്പോയിട്ടുണ്ട്. പ്രാദേശിക വിഷയങ്ങൾ ഉയർന്നു വരേണ്ട ലോക്കൽ പേജുകളിലേക്ക് ആത്മീയ കേന്ദ്രങ്ങളുടെ സന്തുലിതാധിഷ്ഠിത പരസ്യ പലകകളാണ്. നാട്ടുകാരറിയേണ്ട വിവരങ്ങളുടെ മൂടുപടം നീക്കി അല്ലെങ്കിൽ ഒരു തിരുത്തൽ ശക്തിയായിട്ട് നിലകൊണ്ട ആ ഒരു കാലമുണ്ട്. അത് വിട്ട് മൂടിവയ്പ്പിന്റെ കാലത്തേക്ക് ലോകത്തേക്ക് ചുവട് വെച്ചിരിക്കുകയാണ് മാധ്യമങ്ങൾ. വിലയ്ക്ക് വാങ്ങുക അല്ലെങ്കിൽ നിയന്ത്രണങ്ങളാൽ വരിഞ്ഞു മുറുക്കുക നമ്മൾ നേരത്തെ സംസാരിച്ച വിഷയമാണ്. അപ്പോൾ അത് അങ്ങനെ ശ്വാസം മുട്ടിക്കുന്ന ഒരു പശ്ചാത്തലം ആണ് ഇക്കാലത്തുള്ളത്. അതിനകത്ത് ഇപ്പൊ എനിക്ക് തോന്നുന്നു ഒരാൾക്കോ 10 പേർക്കോ ഒന്നും ഇതിനെതിരെ ഒന്നും ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് അതിനെല്ലാം ഇടയിൽ ഇപ്പൊ ഈ ഉത്തരവാദിത്വ ഗംഭീരന്മാരായിരുന്ന മാധ്യമ പ്രവർത്തകര് ശരിക്കും പറഞ്ഞാൽ വിലയും നിലയും നഷ്ടപ്പെട്ട് വെറും പപ്പരാസികളായി രൂപാന്തരം പ്രാപിച്ചിരിക്കുന്നു എന്ന് വേണം പറയാൻ. മാധ്യമ പ്രവർത്തനത്തിലേക്ക് കടന്നു വരാൻ താല്പര്യപ്പെട്ട് നിൽക്കുന്നവരുടെ അഭിനിവേശത്തിന് യഥാർത്ഥ കാരണം എന്താണ്? ഈ മാധ്യമ രംഗത്തെ ഒരു വർണ്ണ ധവളിമേൽ, നമ്മൾ പറയുന്ന ഒരു വർണ്ണപ്പുലിമേൽ, അത് ഒരു അങ്ങനെ വരാൻ താല്പര്യപ്പെടുന്നവരെ ശരിക്കും പറഞ്ഞാൽ ഇന്ന് പ്രവർത്തിക്കുന്ന മാധ്യമ പ്രവർത്തകർ എന്താണ്, നമ്മുടെ നാട്ടുമ്പുറ ഭാഷയിൽ പറഞ്ഞാൽ മണലെടുത്ത് പോലും ആ ഒരു അവസ്ഥയിലാണ് ഇന്ന് ഒരു ശരാശരി മാധ്യമ പ്രവർത്തകർ നിൽക്കുന്നത്. പക്ഷെ ഒന്നുണ്ട്, എങ്കിലും ഈ അറിയാനും അല്ലെങ്കിൽ അറിയിക്കാനും കഴിയുന്നവർക്ക് ഒരു തിരുത്തൽ ശക്തിയാകാൻ കഴിയുള്ളൂ. അത് മാന്യത നഷ്ടപ്പെടുന്നുണ്ടെങ്കിലും തിരുത്തലിന് പ്രകടമാകാൻ മാധ്യമ ലോകത്തിന് തന്നെയാണ് കഴിയുക എന്നുള്ളതാണ് ബാക്കി നിൽക്കുന്ന യാഥാർത്ഥ്യം. ഏറ്റവും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് റിപ്പോർട്ട് ചെയ്തതിന് ശേഷം തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് തൊട്ട് മുമ്പ് താങ്കൾ ഡൽഹി വിട്ടു പോവുകയാണ്. ഒരു 3-4 വാചകത്തിൽ, എനിക്കറിയാം സുരേഷ് തെരഞ്ഞെടുപ്പ് ഫലം പ്രവചിക്കില്ല എന്ന്, പക്ഷേ തെരഞ്ഞെടുപ്പ് ഫലത്തിനെ എങ്ങനെയാണ് കാണുന്നത്? എങ്ങനെയാകും അത്? ഇത് ശരിക്കും പറഞ്ഞാല് നമ്മുടെ അഭിലാഷം അല്ലെങ്കിൽ ആഗ്രഹം, പിന്നെ ഓരോരുത്തരുടെയും അഭിലാഷത്തിനും ആഗ്രഹത്തിനും അനുസരിച്ചാവില്ലല്ലോ നമ്മുടെ മൊത്തത്തിലുള്ള സാഹചര്യങ്ങൾ പോകുന്നത്. എങ്കിലും ഈ തെരഞ്ഞെടുപ്പിലെ ഒരു കാര്യം സ്പഷ്ടമാണ്. BJP ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാണ്. പ്രവചനത്തിന് അതീതമായിട്ട് നിൽക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. കാരണം സ്വാഭാവികമായിട്ടും പിന്നെ കഴിഞ്ഞ വർഷം ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം നേടി ശക്തമായി നിൽക്കുന്ന ഒരു എന്ത് പറഞ്ഞാലും BJPയെ സംബന്ധിച്ച് ഒരു ശക്തമായ നേതാവും അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തില് മറ്റ് എന്താ പറയാ ഭരണത്തോടുള്ള വിരുദ്ധ വികാരം 10 വർഷം കൊണ്ട് രൂപപ്പെട്ടു നിൽക്കുന്ന സാഹചര്യമുണ്ട്. വിലക്കയറ്റം, തൊഴിലില്ലായ്മ തുടങ്ങി ഒത്തിരി വിഷയങ്ങൾ നേരിടുന്നുണ്ട്. അതുപോലെ തന്നെ പൗരാവകാശത്തിന്റെയും സ്വാതന്ത്ര്യത്തിന്റെയും ജനാധിപത്യത്തിന്റെയും ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. വിഭാഗീയതയുടേതായ പ്രശ്നങ്ങളുണ്ട്. ഇതിനെല്ലാം ഇടയിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായിട്ട് മാറാൻ BJPക്ക് സാധിക്കുള്ളൂ എന്ന് വളരെ സ്പഷ്ടമാണ്. പക്ഷെ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു കാര്യം
വളരെ വ്യക്തമാണ്. BJP-ക്കെതിരെ ഉണ്ടായിരിക്കുന്ന ഒരു സഖ്യം, ഇന്ത്യ സഖ്യം, അതിലെ പ്രാദേശിക കക്ഷികള് വളരെ ശക്തമായിട്ട് പെർഫോം ചെയ്യും. അതിപ്പോ നമുക്ക് തെക്കേന്ത്യൻ സാഹചര്യം എടുത്തു നോക്കിയാലും പിന്നെ പ്രാദേശിക പടിഞ്ഞാറൻ ഇന്ത്യയിലും മഹാരാഷ്ട്രയിൽ എല്ലായിടത്തും, നമുക്ക് കാണാൻ പറ്റും, മഹാരാഷ്ട്ര ബീഹാറിൽ കാണാൻ എല്ലായിടത്തും പറ്റും, ബംഗാളിൽ കാണാൻ അതെ പറ്റും. അതെ പ്രാദേശിക കക്ഷികൾ BJP-ക്കെതിരെ ശക്തമായ ഒരു മത്സരം നടത്തുന്നു. അതിന്റെ ആ ഒരു തീവ്രത അവർക്ക് ചെയ്യാൻ കഴിയുന്നത് കോൺഗ്രസിന് എല്ലായിടത്തും, കോൺഗ്രസ് ശ്രമിക്കാത്തതല്ല, കോൺഗ്രസിന് പക്ഷേ അതിന്റെ സംവിധാനങ്ങൾ കൊണ്ട്, പരിമിതികൾ കൊണ്ട് ഈ പ്രാദേശിക പാർട്ടികൾക്ക് ചെയ്യാൻ കഴിയുന്നതിന് തത്തുല്യമായ ഒരു പെർഫോമൻസ് ഈ തെരഞ്ഞെടുപ്പിൽ നടത്താൻ കഴിഞ്ഞാൽ അത് BJP-യെ വലിയൊരു പ്രശ്നത്തിലേക്കാണ് നയിക്കുക എന്നുള്ള കാര്യത്തിൽ തീർച്ചയായും. നമുക്കിനി 1.5 മിനിറ്റേ ഉള്ളൂ. അതുകൊണ്ട് എനിക്കറിയാം ഇത്രയും കാലം പത്രപ്രവർത്തനം നടത്തിയ ഒരാൾക്ക് വെറുതെ വീട്ടിൽ പോയി ഇരിക്കാൻ പറ്റൂല എന്ന്. അപ്പോൾ ഈ മരങ്ങാട്ടുപള്ളി പോയിട്ട് എന്ത് ചെയ്യാനാണ് പരിപാടി? തീർച്ചയായിട്ടും അതൊരു എന്താ പറയാ, വലിയ ചോദ്യം തന്നെയാണ്. എന്ത് പറഞ്ഞാലും എഴുത്തിന്റെ ആ ലോകം വിട്ടുപോകാൻ എഴുത്ത് തുടങ്ങിയവർക്ക് കഴിയില്ല. പിന്നെ എന്നെ പോലെ തന്നെ ശ്രീ ഗോപാലകൃഷ്ണൻ അറിവുള്ള കാര്യം, അപ്പൊ നമ്മുടെ ഒരു പാഷൻ അല്ലെങ്കിൽ ഒരു ദൗർബല്യം ആയിട്ട് എഴുത്ത് മാറും. അത് തീർച്ചയായിട്ടും അത് മാധ്യമ പ്രവർത്തനം, ഒപ്പം എഴുത്ത്, ഇതെല്ലാം മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളത് തന്നെയാണ് എന്റെ മനസ്സിൽ ഇപ്പോൾ ഉള്ളത്. ബാക്കി കാര്യങ്ങളൊക്കെ രൂപപ്പെട്ടു വരുന്ന വഴിക്ക് മുന്നോട്ട് പോകട്ടെ. ഇത്രയും സമയം ദില്ലിദാലി പോഡ്കാസ്റ്റിന് തന്നതിനുള്ള കൃതജ്ഞത ഈ ദില്ലിദാലിയുടെ എല്ലാ ശ്രോതാക്കളുടെയും പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും ഞാൻ പറയുന്നു. ജീവിതത്തിൽ തുടർന്ന് സുരേഷിനും കുടുംബത്തിനും എല്ലാ ശുഭാശംസകളും ഞാൻ നൽകുന്നു. കോട്ടയത്ത് വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ കാണും. താങ്ക് യു ഫോർ ദിസ് ക്വാളിറ്റി ടൈം. നന്ദി ഗോപാലകൃഷ്ണൻ.